സന്തോഷമാണ്, അതിസന്തോഷമുണ്ട്. അവർക്ക് താല്പര്യമുള്ള ഏതാണോ അതിലേക്ക് വിടുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം. അവൻ്റെ വിൽ പവറും ഒക്കെയാണ് ഇതിനകത്ത് ഞങ്ങൾ വിലയിരുത്തുന്നത്. ഒപ്പം ഇവിടുത്തെ ഫെസിലിറ്റീസൊക്കെ വെരി എലഗൻറ്റ് ഫെസിലിറ്റീസ്. ഒരുപക്ഷെ അതൊക്കെ ആയിരിക്കാം ഇതിനൊരു എനർജി ആയിട്ട് ഉണ്ടായിരുന്നത് എന്ന് തോന്നുന്നു. എനിക്ക് പറയാനുള്ളത്, ഇതിൻ്റെ അധ്വാനം മുഴുവൻ വരുന്നത് കുട്ടികൾക്കാണ്. അവരാണ് അതിൻ്റെ ബെനഫിറ്റ്സും അവർക്കാണുള്ളത്. അവർക്ക് താല്പര്യമുള്ള ഏതാണോ അതിലേക്ക് വിടുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം. പണ്ടത്തെ പോലെയൊന്നുമല്ല. ഇപ്പോൾ കുട്ടികൾക്ക് അവർ 5ാം ക്ലാസ് മുതൽ അവർ ഓൾറെഡി ഡിസൈഡറാണ്, എനിക്ക് ഇന്നത് വേണം, ഇന്ന രീതിയിൽ പോകണം എന്നുള്ളത്. അപ്പോൾ അതിനകത്ത് നമ്മൾ അതിനെ ബലം പിടിച്ച് വേറൊരു വഴിക്ക് തിരിച്ചു വിട്ടാൽ അത് നെഗറ്റീവായിട്ടുള്ള ഇഫക്റ്റേ വരുള്ളൂ. അതൊക്കെ കഴിഞ്ഞിട്ട് ഇവർക്ക് തോന്നുകയാണ് ഈ സ്ട്രീം ശരിയായില്ലെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ അതിനുള്ള ഫ്രീഡം കൊടുക്കണം. ആ സ്ട്രീം വിട്ടിട്ട് വേറൊരു സ്ട്രീമിലേക്ക് അവർക്ക് തോന്നുകയാണ് ഇച്ചിരി എനിക്കിതല്ല, വേറെ സയൻസ് സ്ട്രീമാണ് നല്ലതെന്ന് തോന്നുകയാണെങ്കിൽ, അതാണ് പഠിക്കാൻ എളുപ്പമെന്ന് തോന്നുകയാണെങ്കിൽ അതിനോടുള്ള സ്വാതന്ത്ര്യം പേരൻസ് കൊടുക്കണം. അതിസന്തോഷമുണ്ട്. കാരണം വേൾഡിൽ 8ാം സ്ഥാനം എന്ന് പറയുമ്പോൾ എത്രയോ കുട്ടികൾ അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവും. അതിൽ 8ാമത് എത്തുക എന്ന് പറഞ്ഞാൽ വലിയൊരു അച്ചീവ്മെൻറ്റാണ്. അപ്പോൾ ഇന്ത്യയിൽ 2ാം സ്ഥാനം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഗ്രേറ്റ് അച്ചീവ്മെൻറ്റാണ്. അപ്പോൾ വേൾഡിലെ 8ാം സ്ഥാനം എന്ന് പറയുമ്പം അതിനേക്കാളും എത്രയോ ഇരട്ടിയാണ്. അപ്പം അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ആൻഡ്രൂസിൻ്റെ കോൺസെൻട്രേഷനും അവൻ്റെ വിൽ പവറും ഒക്കെയാണ് ഇതിനകത്ത് ഞങ്ങൾ വിലയിരുത്തുന്നത്. ഒപ്പം ഈ ഇവിടുത്തെ ഫാക്കൽറ്റിയിൽ നിന്ന് കിട്ടിയ സഹായവും ഇവിടുത്തെ ഫെസിലിറ്റീസൊക്കെ വെരി എലഗൻറ്റ് ഫെസിലിറ്റീസ് ഇവിടുത്തെ അവൈലബിൾ ആയിട്ടുള്ളത്. ഒരുപക്ഷെ അതൊക്കെ ആയിരിക്കാം ഇതിനൊരു എനർജി ആയിട്ട് ഉണ്ടായിരുന്നത് എന്ന് തോന്നുന്നു. സയൻസ് സ്ട്രീമിലേക്ക് പോകാനായിരുന്നു എനിക്ക് താല്പര്യം. ജീവൻ പറഞ്ഞു അവനത് വേണ്ട, അവന് കൊമേഴ്സാണ് താല്പര്യം എന്ന് പറഞ്ഞ് BCom അടുത്ത് ദേവഗിരി കോളേജിൽ നിന്ന്. അതിൽ അവൻ നന്നായിട്ട് പെർഫോം ചെയ്തു. അപ്പോൾ ആയിക്കോട്ടെ, അവൻ്റെ താല്പര്യം അനുസരിച്ച് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പം അവൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു CAക്ക് പോക്കളെന്നാണ് പറഞ്ഞു. കാരണം നമ്മൾ CAക്കാരെ കുറിച്ചല്ലേ കേട്ടിട്ടുള്ളൂ. അപ്പോൾ അവൻ പറഞ്ഞു വേണ്ട, എനിക്ക് ACCക്ക് പോകണമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, അവൻ്റെ താല്പര്യം ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അതിൽ ഞങ്ങൾക്ക് ആർക്കും ഒരു എതിരഭിപ്രായമൊന്നും ഇല്ലായിരുന്നു. സന്തോഷമാണ്, വളരെ സന്തോഷം.